നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21. ഇന്നലത്തോടുകൂടി ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറിയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രീമിയംസിലൊക്കെ ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ട് മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ ഒരുപക്ഷെ ഇന്നും പ്രീമിയംസിലൊക്കെ വോൾട്ടാലിറ്റി അനുഭവപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ ഇറാനെതിരായിട്ടുള്ള ട്രംപിന്റെ സാമ്പത്തിക ഉപരോധം അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ട്രംപിന്റെ നീക്കമാണെന്ന് ഉള്ള പ്രസ്താവന ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള പുതിയ വാദിപ്രതിവാദങ്ങളൊന്നും തന്നെ ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നും ഇതുവരെയും വന്നിട്ടില്ല. ആയതിനാൽ തന്നെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ കുതിപ്പിനൊക്കെ ചെറിയൊരു ശാന്തത വന്നിട്ടുമുണ്ട്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,300, 24,400 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഇവയ്ക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ഇനി വരും ദിവസങ്ങളിലാണെങ്കിൽ കൂടിയിട്ടും 24,500 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് ഓഗസ്റ്റ് മാസത്തിലെ സ്വിംഗ് ഹൈ ആയ, അതായത് ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷൻ ആയിരുന്ന ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച നിഫ്റ്റിയുടെ ഡേ ഹൈ ആയിരുന്നു 24,774 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് 24,200 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നിഫ്റ്റിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് 24,150, അവസാനമായി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം ഒരുപക്ഷെ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ ഡൗൺ സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജൂലൈ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. അതിൽ 5.4% വളർച്ചയാണ് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ടിൽ ജൂലൈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്നലെയും ഇന്നുമായിട്ട് ഗ്ലോബലി പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെയില്ല. അവസാന 8 ട്രേഡിംഗ് സെഷനുകളിൽ 7 ട്രേഡിംഗ് സെഷനുകൾ ഉണ്ടായ നഷ്ടത്തിന് ശേഷം ഇന്നലെ ശക്തമായ നേട്ടം കൈവരിക്കുവാനായെങ്കിലും തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകളെ ബൈങ്ങിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 583.36 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,537.71 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമായി തന്നെ തുടരുകയും ചെയ്തു. ഇന്ന് SME പ്ലാറ്റ്ഫോമിലേക്ക് സ്കൈടെക് ഇൻഫിനിറ്റ് പ്ലാറ്റ്ഫോംസിന്റെ ലിസ്റ്റിംഗ് നടക്കാനിരിക്കുന്നു. കൂടാതെ ENS എന്റർപ്രൈസസ്, ടെക്നോക്രാറ്റ്സ്, പ്ലാസ്മ സിസ്റ്റംസ് തുടങ്ങിയ 3 IPOസിന്റെ ലിസ്റ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കാനുള്ളതും. LIC ഹൗസിംഗ് ഫൈനാൻസ്, GE വെർണോവ, വാഡിലാൽ ഇൻഡസ്ട്രീസ്, മയൂർ യൂണികോട്ടേഴ്സ്, ആൽഫ്രഡ് ഹെർബർട്ട് ഇന്ത്യ, സവിത ഓയിൽ ടെക്നോളജീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ് ഇന്ന്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.62%, HDFC ICIC ബാങ്ക് ADRകൾക്ക് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് ഫ്ലാറ്റ് ആയിട്ടും ഇൻഫോസിസ് ADRന് 1.5%-ലേറെയും വിപ്രോയ്ക്ക് 2%-ലേറെയും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മിനിങ്ങാന്ന് എന്ത് കാരണം കൊണ്ടാണോ US മാർക്കറ്റുകൾക്ക് 3 ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതെങ്കിൽ അതേ കാരണം വിപരീതമായിട്ട് മാറിയപ്പോൾ ഇന്നലെ US മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതായത് ഇന്നലെയും US മാർക്കറ്റിൽ ബോണ്ട് ഈൽഡുകളിൽ വർധനവ് ശക്തമായി തന്നെ അനുഭവപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് S&P 500ന് 0.87%-ന്റെയും നാസ്ഡാക്കിന് കൃത്യം 1%-ന്റെയും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും US ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 0.5%-നടുത്ത് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%-ലേറെയും അതേസമയം കൊറിയൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്
സെന്റിമെന്റ്സോട് കൂടിയിട്ടുമാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-ലേറെയും ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $93.36 എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $86.33 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില 4500 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും മറികടന്നുകൊണ്ട് $4513.20 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിഫ്റ്റിയുടെ ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ PCR 0.7 എന്ന നിലയിൽ നിന്നും ബുള്ളിഷ് ആയിട്ട് 1.1 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 24,250 എന്ന നിലയിലേക്കും എത്തി. രണ്ട് ട്രേഡിംഗ് സെഷനുകളിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും ഇന്നലെ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് 24,200 എന്ന ലെവൽ തിരിച്ചു പിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA-യുടെയും ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA-യുടെ മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായെങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20-ഡേ EMA-കളുടെയും മറ്റൊരു ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA-യുടെയും താഴെയായിട്ടാണ് നിലവിലും നിഫ്റ്റി നിലകൊള്ളുന്നത്. RSI 42 പോയിന്റ് ചില്ലറയിൽ നിന്നും 48.33 എന്ന നിലയിലേക്കും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും റഫറൻസ് ലൈനിന് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. ഇന്നലെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നേരിയ തോതിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് Q1 റിസൾട്ടുകൾ കമ്പനി ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 4.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 38.1% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഷുഗർ സ്റ്റോക്സ് കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ഘട്ടം മുതൽ കണ്ടിരുന്നു പഞ്ചസാരയുടെ വിലയിൽ ഉണ്ടായ ഗണ്യമായ ഉയർച്ചയെ തുടർന്ന് ഒട്ടുമിക്ക ഷുഗർ സ്റ്റോക്കുകൾക്കും 5% മുതൽ 15% ഉയർച്ച ഒരാഴ്ചയിലേറെ കാലം കൊണ്ട് കൈവരിക്കുവാനായിരുന്നു. എന്നാൽ അന്നേരം നിലനിന്നിരുന്ന ഒരു ഭീഷണിയായിരുന്നു ഇന്ത്യൻ സർക്കാർ ഒരു പക്ഷേ പഞ്ചസാരയുടെ അമിതമായ വില നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നികുതിരഹിത ഇറക്കുമതി ഇന്ത്യയിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാമെന്നുള്ളത്. അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 10 ലക്ഷം ടൺ അസംസ്കൃത പഞ്ചസാര തിരുവ ഇല്ലാതെ ഇറക്കുമതി ചെയ്യുവാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഒരുപക്ഷെ ഇന്ന് ഷുഗർ സ്റ്റോക്കുകൾ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇന്ത്യൻ ഓയിൽ മൗറീഷ്യസിൽ നിന്നും പെട്രോൾ, ഡീസൽ, ജെറ്റ് ഇന്ധനം എന്നിവയുടെ ദീർഘകാല വിതരണ കരാർ കമ്പനി സ്വന്തമാക്കി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച സനന്ദിലെ കമ്പനിയുടെ പ്ലാന്റില് പ്രൊഡക്ഷൻ പുനരാരംഭിച്ചു. മൈൻകൈൻഡ് ഫാർമ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ 2 ഇൻസുലിൻ അനലോഗുകൾ വിപണനം ചെയ്യുന്നതിനായിട്ട് ചൈനയിലെ ചോങ്ചിങ് ചെന്നാൻ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇൻ ലൈസൻസിംഗ് കരാറിൽ കമ്പനി ഏർപ്പെട്ടു. വെൽസ്പൺ കോർപ്പ് US-ലെ നിർമ്മാണശാലയിൽ നിന്ന് പൈപ്പുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഏകദേശം $1.8 ബില്യൺ മൂല്യമുള്ള കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ഓർഡർ സ്വന്തമാക്കി. സനാതൻ ടെക്സ്റ്റൈൽസ് സിൽവാസിലെ കമ്പനിയുടെ വിപുലീകരിച്ച ഉൽപാദന ശേഷിയിൽ നിന്നുമുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ആരംഭിക്കുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. M&M ഓഗസ്റ്റ് 21 അതായത് ഇന്ന് സിംഗപ്പൂരിൽ നടക്കാനിരുന്ന നോൺ ഡീൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് റദ്ദാക്കി. ബ്രഹ്മപുത്ര ഇൻഫ്രാസ്ട്രക്ചർ 78 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ലിങ്ക് ഫാർമ ചെം മിസ്റ്റർ ഋഷികേശ് ഠാക്കൂറിനെ 3 വർഷത്തേക്ക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമിച്ചു. ചോയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഘടന ലളിതമാക്കുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് 6.22 കോടി രൂപയുടെ പണമിടപാടിലൂടെ ചോയ്സ് പ്രൊഡക്ട്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 100% ഓഹരികളും കമ്പനി ഏറ്റെടുത്തു.